അനുഗ്രഹമുണ്ടാകട്ടെ. കുമ്പളങ്ങി ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് വരുവാനും നിങ്ങളെ കാണുവാനും ഏതാനും മിനിറ്റുകൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ചൂടേറിയ അന്തരീക്ഷത്തിൽ 2026 വീണ്ടും കുമ്പളങ്ങിയിൽ നിങ്ങളെ കണ്ട് ജീവിക്കുന്ന കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ വിടിവിക്കാൻ കഴിവുള്ള, നിങ്ങളുടെ നിങ്ങൾ വേദനപ്പെടുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, നിങ്ങൾ തകരുമ്പോൾ, എല്ലാവരും നിങ്ങളെ വിട്ടു പോകുമ്പോൾ നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ അന്വേഷിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ വേദന അറിഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്ന് കൈപിടിക്കുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ദൈവം. അത് മനുഷ്യനിർമ്മിതമായൊരു ദൈവമല്ല. എന്നെയും താങ്കളെയും നിർമ്മിച്ച ദൈവം, നമ്മളെ വീണ്ടെടുത്ത ദൈവം, നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ കഷ്ടതയിൽ കൂടിയിരിക്കാന്ന് വാക്കുന്ന ദൈവം, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാന്ന് പറഞ്ഞ ദൈവം, കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ദേശത്തെ ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമുള്ള ഒരു സഹോദരി ഏതാനും മിനിറ്റുകൾ വിശുദ്ധ വചനത്തിലെ ചില കാര്യങ്ങൾ അറിയിക്കുന്നു. അതിനുശേഷമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായിട്ട് അത് കേൾക്കുവാൻ വളരെ വിനയത്തോടെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അതെ, ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തിനായി നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഭാരത്താലോ വേദനയാലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ഇന്ന് പകൽക്കാലം നിങ്ങളെ വിളിച്ചു പറയുന്നു, ഞാൻ സമാധാനം തരുന്നൊരു ദൈവമാണ്. സമാധാനമില്ലാതെ അലയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് ഭാരം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിലും, എന്ത് വിഷയം തന്നെയായാലും, നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിന്നാൽ പോലും കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികളെ ഞാൻ തുറക്കുന്നൊരു ദൈവമാണ്.